ഹലോ, ഇന്ന് അമ്പു അവർ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നല്ല മൂഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടി വി എല്ലാം വെച്ചു കൊടുത്തിട്ടാണ് അടുക്കളയിൽ പണിയെടുക്കുന്നത്. കാത്തു എന്ന് പറയുന്ന ഒരു കൊച്ചു ടി വിയാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ഇഷ്ടമാണ് കേട്ടോ. മൂപ്പർക്ക് കാപ്പി വേണമെന്ന് പറയുമ്പോൾ കാപ്പി ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ക്ലാസ് മാറിപ്പോയതിന് ഇന്നാകെ ബഹളായിരുന്നു. നല്ല കുട്ടിയായിട്ട് എണീറ്റു. അപ്പൊ തന്നെ കാപ്പീന്റെ ക്ലാസ് കണ്ടതോടുകൂടി മൂഡ് പോയി. പിന്നെ ജിനുവാട്ടൻ എങ്ങനെയൊക്കെയോ എടുത്ത് അവനെ ഒന്ന് ശരിയാക്കി എടുത്തതാണ് കേട്ടോ. ഏട്ടന്മാർ രണ്ടുപേരും ജിനുവാന്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവരില്ല അമ്പുവാവയ്ക്ക് ഒന്നും കൂടി അങ്ങോട്ട് വാശി കൂടാറാണ് പതിവ്. അപ്പൊ ഇന്ന് ഉച്ചത്തേക്ക് ജിനുവാട്ടിന് കൊടുത്തുവിടുന്നത് സോയാബീൻ ഫ്രൈയും അതുപോലെ തന്നെ പപ്പടം തേങ്ങ അരച്ചു വെച്ച കറിയാണ് കേട്ടോ. ചിക്കനും മീനും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പടക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. ഇന്നലത്തെ രാത്രിത്തെ ചോറ് ഒരുപാട് ബാലൻസ് ഉണ്ടായിരുന്നു. കാരണം അച്ചും ദേവും ഒക്കെ വരുന്ന കരുതിയത് അവർ വന്നില്ലല്ലോ. അപ്പൊ ജിനുവാട്ടിന് മാത്രമായിട്ട് ഞാൻ കുറച്ച് ചോറ് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. തണുത്ത ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാന്നാണ് കേട്ടോ കരുതുന്നത്. പിന്നെ ജിനുവാട്ടിനത് ഉച്ചത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. നല്ല ചൂട് വെള്ളവും കറിയും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വീട്ടിൽ പോയി വന്നപ്പോൾ മാമൻ്റെ മോൻ മലയ്ക്ക് പോയി വന്നിട്ടുള്ള പ്രസാദം എല്ലാം അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള ജിലേബി അല്ല ഹലുവ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഉണ്ണിയപ്പല്ലേ, അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനും അമ്പുവാവി രാവിലെ തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ജിനുവാട്ടിനുള്ള ഫുഡ് ഇത് ജിനുവാട്ടിനെ കൊണ്ടു കൊടുക്കണം. ജിനുവാട്ടിനെല്ലാം സെറ്റാക്കി ഒരുങ്ങി കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ജിനുവാട്ടിൻ്റെ ബാഗിൽ ജിനുവാട്ടൻ തന്നെ എടുത്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിനുവാട്ടിന് അത്ര അങ്ങോട്ട് തൃപ്തിയാവില്ല. പിന്നെ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പകരം ഞാൻ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും പോയിട്ട് അമ്പുവാവിനെ ജിനുവാട്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ജിനുവാട്ടിൻ്റെ ഡ്യൂട്ടിക്കും പോയ സമയം നോക്കി ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി വെക്കേണ്ട. ഈ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പകലൊന്ന് കുറച്ച് നേരം കിടന്നില്ല വെച്ചാൽ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണാവും. അങ്ങനെ അടുക്കളയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാനിനി പുറത്തുള്ള പണികളാണ് കേട്ടോ എടുക്കാനുള്ളത്. എനിക്കിനി കുറേ തുണികൾ കഴുകാനും തുണികൾ മടക്കി വെക്കാനും അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അങ്ങനെ അച്ചുവിൻ്റെയൊക്കെ റൂമത്തെ തുണികൾ മടക്കി വെക്കാൻ ചോദിച്ചാൽ അവരുടെ അലമാരയിൽ എത്രയൊക്കെ തുണി മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തുണി വലിക്കുമ്പോഴേക്കും അവർ മൊത്തം അലങ്കോലാക്കിയിടും. സാധാരണ ഉണ്ണികൾ ഇത് മടക്കിയൊക്കെ വെച്ച് തരാറുള്ളതാണ് എനിക്ക്. ഇന്ന് ഞാൻ എന്നെ അത് മടക്കി വെക്കാമെന്ന് കരുതി. നമ്മുടെ റൂമിൽ അലമാര മടക്കി വെക്കാനുള്ള സമയം ഒന്നും എനിക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ അവരുടെ റൂമിൽ അലമാര നല്ല, കാരണം മേലത്തട്ടിൽ നല്ല ഡ്രസ്സുകൾ പിന്നെ യൂണിഫോം ഡെയിലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കോളാക്കും. കുറച്ച് കീറിയ പോലത്തെ ഇടാൻ പറ്റാത്ത തുണികളുണ്ടായിരുന്നു. അത് ഞാൻ വേറെ കവറിൽ മാറ്റി വെക്കണേ. ഹരിതകർമ്മസേന വരുന്ന സമയത്ത് അവർ ഡ്രസ്സെല്ലാം കൊണ്ടുപോട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ കത്തിച്ച് കളയാറായിരുന്നു പതിവ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ തുണി കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അങ്ങനെ തുണികളെല്ലാം തന്നെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതിൽ 1-2 ഡ്രസ്സ് മാത്രം കല്ലിൽ കഴുകേണ്ടതാണ് കേട്ടോ. മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് റെഡി ആവാത്തതുകൊണ്ട് ഞാൻ കല്ലിൽ പോയി കഴുകാണ് കേട്ടോ. കല്ലിൽ അങ്ങനെ തുണികൾ ഞാൻ കഴുകൽ വളരെ കുറവാണ്. ഇത് വെള്ള ഡ്രസ്സെല്ലാം ആയതുകൊണ്ട് മാത്രം ഒന്ന് കല്ലിൽ കുത്തി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എത്ര കഴുകിയിട്ടുണ്ടെങ്കിലും കല്ലിൻ്റെ ചെളിയും കൂടി വെള്ള ഡ്രസ്സിലായി എന്ന് പറയുന്നതാണ് എനിക്ക് ശരി. കാരണം കഴുകിയിട്ടും ചെളിയൊന്നും പോകുന്നേയില്ല. അങ്ങനെ ഏകദേശം തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടും അപ്പോഴായിരുന്നു നമ്മളെ റെഡ് ലേഡി ഇല്ലേ കപ്ലങ്ങ, അത് നല്ലോണം മൂത്ത് നല്ല അടിപൊളി കായായി നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മഞ്ഞ കളർ പഴുക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ജിനുവാട്ടൻ എന്നോട് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ പണികളൊക്കെ തീർത്തതിന് ശേഷം അതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണമെന്ന്. കാരണം ഇവിടെ ഒരുപാട് തരത്തിലുള്ള കിളികൾ വരാറുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള കൊണ്ടുവന്ന് ഞാനൊന്നും കാണാത്ത സൈസ് അത്രയ്ക്ക് മഞ്ഞ കളർ അങ്ങനെ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം പോലും നമുക്ക് കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയൊരു നൈറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എത്രമാത്രം ശരിയായി എന്ന് എനിക്ക് അറിയില്ല. ജിനുവാട്ടൻ വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്യിപ്പിക്കണം. രാവിലെ ജിനുവാട്ടന് ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചുമപ്പ് കളർ അതുപോലെ തന്നെ കുരുവൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പളങ്ങയാണ് കേട്ടോ. ഇന്നലെ കഴുകിയിട്ട് തുണികളൊക്കെ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയോണ്ട് അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം ഒന്ന് മടക്കി വെക്കണം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ എല്ലാ പണികളും തീർത്തിട്ട് പോവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും ഒരു ചെറിയ പണി ബാലൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല ക്ഷീണമായിട്ടാണ്. കാരണം അതിനിടയിൽ മുറ്റടിക്കലും അങ്ങനെ ഏകദേശം പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും തന്നെ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം തുണികളൊക്കെ മടക്കി വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിനി ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേർത്ത് കുളിച്ച് ആകെ ആവശ്യതയാവും. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നു. ഇനി ഒന്ന് ഫുഡും കൂടി ഒന്ന് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ഇനി നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.